തത്തജ്ജനു തത്തജ്ജനു തകരും തത്തജ്ജനു തത്തജ്ജനു താം 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 തത്തജ്ജനു ദീം തത്തജ്ജനു തകരും തത്തജ്ജനു ദീം തത്തജ്ജനു താം തത്തജ്ജനു ദീം തത്തജ്ജനു തകരും തത്തജ്ജനു ദീം തത്തജ്ജനു താം തത്തജ്ജനു തകരും തത്തജ്ജനു താഗിതം തകരും തലാം തകരും താം തത്തജ്ജനു ദീം താഗിതം തകരും തലാം തകരും താം തത്തജ്ജനു ദീം താഗിതം തകരും തലാം തകരും താഗിതം തകരും തലാം തകരും. പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ മുത്തശ്ശി നിങ്ങളെ തേടി ഇവിടെ വന്നിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? ഈ നീലാകാശം, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, പ്രകാശിക്കുന്ന സൂര്യൻ, കുളിർമയുള്ള നിലാവ്, ആഴമുള്ള സമുദ്രം, മനോഹരമായ സൂര്യകിരണങ്ങൾ, വിവിധ നിറങ്ങളിലുള്ള മീനുകൾ, വിസ്മയമുളവാക്കുന്ന മൃഗങ്ങൾ, ശിശിരകാലങ്ങൾ, വസന്തകാലങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, അങ്ങനെ പലതും. കുട്ടികളെ, നോഹയുടെ പെട്ടകം എന്ന ഈ പുതിയ കഥയിലെ രസകരമായ ദൃശ്യങ്ങൾ അടങ്ങിയ ജീവിതഗന്ധിയായ ഈ കഥ നമുക്ക് കാണാമല്ലേ? ഇത് ഇദം പ്രഥമമായി ഉണ്ടാക്കിയ ജീവനുള്ള കഥയാണ്. ബൈബിൾ പ്രകാരം നോഹയുടെ പെട്ടകം എന്നത് ഒരു കപ്പലാണെന്നും അത് ദൈവത്തിന്റെ ആജ്ഞപ്രകാരം ഉണ്ടാക്കിയതാണെന്നും നോഹയെയും കുടുംബത്തെയും മറ്റ് ജീവജാലങ്ങളെയും ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഉണ്ടാക്കിയതാണെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. നോഹ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവഭക്തൻ. അദ്ദേഹം തന്റെ വിശുദ്ധി കൊണ്ട് ഈ ലോകത്തെ സർവനാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. നോഹ നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായിരുന്നു. ഈ ലോകത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുവാൻ അദ്ദേഹം കാരണക്കാരനായി. ആദാമും ഹവ്വയുമാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളെന്ന് പല വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശുദ്ധ ബൈബിളും പറയുന്നു. പക്ഷേ നോഹ എവിടെ നിന്നാണ് വന്നത്? മനുഷ്യജന്മം വ്യാപൃതമായതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ്? ഏകനായ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നേടി ചരിത്രം സൃഷ്ടിച്ച് ലോകത്തെ പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിച്ചത്? മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ഉണ്ടായത് എന്ന രഹസ്യത്തെ, ഈ വിസ്മയാവഹമായ യാഥാർത്ഥ്യത്തിന്റെ ദൃശ്യങ്ങളെ കാണാൻ എന്റെ കൂടെ വരൂ. ദൈവത്തിന്റെ ഉഗ്രകോപത്തിന് എന്താണ് കാരണം? നോഹ എങ്ങനെയാണ് ദൈവത്തിന്റെ ശിക്ഷയ്ക്കായി കാത്തിരുന്നത്? അത് നേരിട്ട് വീണ്ടും ജീവനോടെ ഭൂമിയിലേക്ക് വന്നത്? ഇതാണ് മനുഷ്യൻ എന്ന പദത്തെപ്പറ്റി അറിയാൻ ആദിയും ആദ്യത്തേതുമായ യഥാർത്ഥ വിശദീകരണ ചിത്രം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എവിടെ നോക്കിയാലും അന്ധകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെളിച്ചം ഉണ്ടാവട്ടെ. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർപിരിച്ചു. വെളിച്ചം വരുന്ന സമയത്തിന് പകൽ എന്നും ഇരുൾ ചൂഴുന്ന സമയത്തിന് രാത്രി എന്നും വേർപിരിച്ചു. അതേപോലെ പ്രഭാതവും സന്ധ്യയും ഉണ്ടാക്കി. നിലങ്ങൾക്ക് ചുറ്റും കടൽ മാത്രം മതി എന്ന് തീരുമാനിച്ചു.
ദൈവം ഒരു വിധാനമുണ്ടാക്കി അതിന് ആകാശം എന്ന് പേരിട്ടു. ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂട്ടി ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പേരിട്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. മനം കവരുന്ന പുഷ്പലതാദികൾ ഉണ്ടാവട്ടെ. ഫലങ്ങൾ, വിത്തുകൾ, വിവിധതരം പക്ഷികൾ ഇവയെല്ലാം സൃഷ്ടിച്ചു. എല്ലാം തന്റെ ആഗ്രഹപ്രകാരം സൃഷ്ടിച്ചു. എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. മലകളും കുന്നുകളും ഉണ്ടാവട്ടെ. മലകളിൽ നിന്ന് വെള്ളച്ചാട്ടമുണ്ടാവട്ടെ. ആ വെള്ളം താഴ്വാരത്തിലെ നിലങ്ങളിലേക്ക് പോയി ചേരട്ടെ. ഇങ്ങനെ മലകളെയും കുന്നുകളെയും സൃഷ്ടിച്ചു. എല്ലാം അതിമനോഹരമായി കാണപ്പെട്ടു. ദൈവം താൻ ഉണ്ടാക്കിയവയെല്ലാം അത്ഭുതത്തോടെ നോക്കി. പിന്നീട് ദൈവം 2 വെളിച്ചങ്ങളെ ഉണ്ടാക്കി. വലിപ്പം കുറഞ്ഞ വെളിച്ചത്തെ രാത്രിയെന്നും വലിപ്പം കൂടിയ വെളിച്ചത്തെ പകൽ എന്നും പേരിട്ടു. അതിനുശേഷം ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ ഉണ്ടാക്കി. രാത്രിയിലെ ചെറിയ വെളിച്ചത്തിന് ചന്ദ്രൻ എന്നും പകലിലെ വലിയ വെളിച്ചത്തിന് സൂര്യൻ എന്നും പേരിട്ടു. സൂര്യൻ വെളിച്ചവും ഊർജവും നൽകട്ടെ. ചന്ദ്രൻ ഉത്സാഹത്തെയും സമാധാനത്തെയും പരത്തട്ടെ. സൂര്യനെയും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ച ശേഷം സൂര്യൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്റെ പ്രകാശകിരണങ്ങളാൽ വെളിച്ചം വിതറി. അതേപോലെ ചന്ദ്രനും രാത്രിയിൽ കുളിർമയും ശാന്തതയും നൽകി. പ്രപഞ്ചത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ജലവും കാറ്റുമുണ്ടാവട്ടെ. സകല ജീവജാലങ്ങളും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കട്ടെ. അവിടവിടെ മണലാരണ്യങ്ങളും മരുപ്പച്ചയും ഉണ്ടാവട്ടെ. അവിടവിടെ അഗ്നിപർവ്വതങ്ങളും മിതോഷ്ണ ജലവും വസന്തകാലവും മഞ്ഞുകാലവും മഞ്ഞുകട്ടകളും മഞ്ഞുകൊണ്ട് മൂടിയ മലകളും നിലങ്ങളും ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം മണലാരണ്യങ്ങളും അതുപോലെ മിതോഷ്ണ ജലപ്രവാഹവും ഉണ്ടായി. നിലങ്ങളെ കുളിർപ്പിക്കാൻ പശുമയും ഉണ്ടാക്കി. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ പലയിടങ്ങളിലും തഴച്ചു വളർന്ന് എങ്ങും നറുമണം പരന്നു. വലിയ വലിയ ഹിമമലകൾ, മഞ്ഞുകൊണ്ട് മൂടിയ പാറകൾ, ഇവയിൽ നിന്ന് വെള്ളമൊഴുകി താഴ്ന്ന നിലപ്പരപ്പിനെ നനച്ചു. വെണ്മയും മാർദ്ദവവുമുള്ള മൂടൽമഞ്ഞ് ഹിമമലകളെപ്പോലെ കാണപ്പെട്ടു. അവിടവിടെ ഈർപ്പമുള്ള നിലങ്ങളിൽ വൻമരങ്ങളും വള്ളികളായി പടർന്നു വളരുന്ന ചെടികളും ഇടതൂർന്ന് വളരുന്ന പൊന്തക്കാടുകളുമുള്ള ഒരു വലിയ കാടുണ്ടാവട്ടെ. ജലപ്രവാഹവും പലതരം പുഴുക്കളും പ്രാണികളും പറക്കുന്ന പറവകളും ഉണ്ടാവട്ടെ. തിങ്ങി വളരുന്ന കാടുകളിൽ നറുമണം വീശുന്ന പൂക്കളും ശബ്ദമുണ്ടാക്കി പറക്കുന്ന പലതരം കീടങ്ങളും ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം ഉണ്ടായി. ഭൂമി കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ മൃഗങ്ങളുണ്ടാവട്ടെ. വന്യമൃഗങ്ങളും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും ഉണ്ടാവട്ടെ. മൃഗങ്ങൾക്കും മറ്റ് ജന്തുക്കൾക്കും നഖവും കൂർത്ത പല്ലുകളും ഉണ്ടാവട്ടെ. സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ. ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളും ഉണ്ടാവട്ടെ. സിംഹം, പുലി, നരി, മാൻ, ആന, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങൾ ഉണ്ടായി.
വണ്ടുകളും തേനീച്ചകളും പൂമലരുകളിൽ നിന്ന് തേൻ നുകരുന്ന ചിത്രശലഭങ്ങളും ഉണ്ടായി. മരുഭൂമികളിൽ ഒട്ടകങ്ങളുണ്ടായി. തിമിംഗലങ്ങളും മഞ്ഞു പെയ്യുന്ന ഭൂപ്രദേശങ്ങളിൽ കാണപ്പെട്ടു. വിവിധ വർണ്ണങ്ങളിലുള്ള പലതരം പറവകൾ ആകാശത്തിൽ പറന്നു തുടങ്ങി. എല്ലാ ഇടങ്ങളിലും വെളിച്ചം പരക്കട്ടെ, എല്ലാ ഇടങ്ങളിലും ഉഷ്ണവും ശീതവും പരക്കട്ടെ, ചിലയിടങ്ങളിൽ അത്യുഷ്ണവും പേമാരിയും ചൊരിയട്ടെ, എല്ലായിടങ്ങളിലും ശീതോഷ്ണ ഋതുക്കൾ ഉണ്ടാവട്ടെ, ശരത്കാലവും വേനൽക്കാലവും വസന്തകാലവും മഴക്കാലവും ശിശിരകാലവും ഉണ്ടാവട്ടെ. എല്ലാം ദൈവം ആഗ്രഹിച്ചതുപോലെ ഉണ്ടായി. പ്രപഞ്ചം അതിമനോഹരമായി കാണപ്പെട്ടു. സൂര്യവെളിച്ചത്തോടുകൂടിയ പകൽ, ഉഷ്ണം പരത്തുന്ന മധ്യാഹ്നം, ശാന്തമായ സായാഹ്നം, കുളിർമയുള്ള രാത്രി എന്നിങ്ങനെ വെവ്വേറെയായി വേർപിരിച്ചു. സൂര്യൻ, ചന്ദ്രൻ ഇവ പകലും രാവും തീരുമാനിച്ചു. സമുദ്രങ്ങളിൽ ജീവജാലങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ ചെറിയതും വലിയതുമായ മീനുകൾ ഉണ്ടാവട്ടെ, അവയ്ക്ക് പല രൂപങ്ങളും പല നിറങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ കടലുകളും ചേർന്ന് ഒരു മഹാസമുദ്രമാവട്ടെ, നദികളും നീരുറവകളും സമുദ്രത്തിൽ ചേരട്ടെ. അതുപോലെ പല പ്രദേശങ്ങളിലുള്ള നദികൾ സമുദ്രങ്ങളിൽ ചേർന്നു. മേഘങ്ങളും നക്ഷത്രങ്ങളും കാണപ്പെടട്ടെ, നക്ഷത്രങ്ങൾ ജ്വലിക്കട്ടെ. അങ്ങനെ മേഘങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായി. നക്ഷത്രങ്ങൾ ജ്വലിക്കാൻ ആരംഭിച്ചു. ലോകം പ്രകാശമയമായി. ദൈവം ഭൂമിക്ക് മേൽ ആകാശത്തിൽ പറക്കുന്ന പറവ ഇനങ്ങളെയും കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയും ധാരാളമായി ഉണ്ടാക്കി. എല്ലാ ജീവജാലങ്ങളും പെരുകി വർദ്ധിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അതുപോലെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അവയുടെ ഇനങ്ങളെ വർദ്ധിപ്പിച്ചു. എല്ലാം ശരിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവയെല്ലാം പരിപാലിക്കാൻ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. ഇവയെല്ലാം കണ്ട് രസിക്കത്തക്ക വിധത്തിൽ ഒരു സൃഷ്ടി ഉണ്ടാവണം. ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു സൃഷ്ടി ഉണ്ടാക്കണം. ഇതുവരെ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത സാമർഥ്യവും ബുദ്ധിയും ഈ സൃഷ്ടിക്കുണ്ടാവണം. എൻ്റെ സാദൃശ്യത്തിൽ ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കും. ഞാൻ സൃഷ്ടിക്കുന്ന ഈ സൃഷ്ടിക്ക് കടലിൽ ജീവിക്കുന്ന മീനിനെയും വീശുന്ന കാറ്റിനെയും ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങളെയും നിലത്തിൽ വളരുന്ന ചെടികളെയും മരങ്ങളെയും എല്ലാത്തിനെയും അടക്കി ഭരിക്കാനുള്ള സാമർഥ്യവും ഉണ്ടായിരിക്കണം. ദൈവം മനുഷ്യൻ എന്നൊരു സൃഷ്ടിയെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവന് ജീവൻ നൽകി. അവന് ആദാം എന്ന് പേരിട്ടു. അവന് തുണയായി മറ്റൊരു ജീവൻ ഉണ്ടാവണം. അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്തിൽ എന്റെ സൃഷ്ടികളെ കണ്ട് രസിച്ച് അനുഭവിക്കണം. ആദാം ഏകനായിരുന്നത് ദൈവം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഹവ്വയെ സൃഷ്ടിച്ചു. ദൈവം സ്ത്രീയെ ഈ പുരുഷനിൽ നിന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. മനുഷ്യരാശി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള വാരിയലിൽ നിന്ന് ഉത്ഭവിക്കട്ടെ. ഹവ്വയെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അവൾ ആദാമിന് യോജിച്ച തുണയായിരിക്കും. ലോകത്തിലെ പ്രഥമ പുരുഷനായ ആദാമിനെയും പ്രഥമ സ്ത്രീയായി ഹവ്വയെയും ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചു. സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച ശേഷം ദൈവം വളരെയേറെ സന്തോഷിച്ചു. ഇപ്പോഴാണ് ഭൂമി പരിപൂർണമായത് എന്നെനിക്ക് തോന്നുന്നു. ഊർജം, പ്രകാശം എല്ലാം അതതിൻ്റെ സ്ഥാനത്തായിരിക്കുന്നു. ഇവർ രണ്ടുപേരുമാണ് അവയെ ഭരിക്കേണ്ടത്. ആദാമും ഹവ്വയും ബന്ധപ്പെട്ടു. ഹവ്വ 2 ആൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചു, കയീനും ഹാബേലും. ഹവ്വ 2 കുഞ്ഞുങ്ങളെയും പ്രസവിക്കുമ്പോൾ ഭയങ്കര പ്രസവവേദന അനുഭവിച്ചു. അപ്പോഴാണ് അവൾ പ്രസവം എന്നത് ഒരു പുനർജന്മമാണെന്ന് മനസ്സിലാക്കിയത്.
മൂത്തവൻ കയീൻ വളരെ ഉദാസീനനും ഉല്ലാസപ്രിയനുമായിരുന്നു. ഇളയവൻ ഹാബേൽ വളരെ നല്ലവനും. ഇവർ രണ്ടുപേരും തങ്ങളുടെ വംശവർധന ചെയ്തു. പല വർഷങ്ങൾക്ക് ശേഷം നോഹ ആദാമിന്റെ വംശത്തിൽ ജനിച്ചു. തലമുറകൾ പലത് കടന്നുപോയി. ജനങ്ങൾ വംശവർധന ചെയ്ത് ലോകത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പെരുകി. സ്വാർത്ഥരായ പുരുഷന്മാർ സ്ത്രീകളെ കൊണ്ടുപോയി ദുഷ്പ്രയോഗം ചെയ്ത് തെറ്റായ വഴികളിൽ പ്രയോജനപ്പെടുത്തി. അവരുടെ മനസ്സിൽ അസൂയയും സ്വാർത്ഥതയും പണം വിരിച്ചാടി. ഭൂമിയിൽ സമാധാനമില്ലായ്മ താണ്ഡവമാടി. ഓരോ മനുഷ്യനും 300 അഥവാ 400 വർഷങ്ങളോളം ജീവിച്ചു. യാതൊരു സദാചാരവുമില്ലാത്ത ജീവിതമായിരുന്നു അവരുടേത്. സ്ത്രീകളും വ്യാമോഹത്താൽ പുരുഷന്മാരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തി അവരെക്കൊണ്ട് ജോലികൾ ചെയ്യിച്ചു. അവർ തമ്മിൽ വഴക്കിടാൻ ആരംഭിച്ചു. എങ്ങും ഭയങ്കര കുഴപ്പം. ആർക്കും ദൈവഭയമില്ലാതെയായി. ഓരോ മനുഷ്യനും, ആണായാലും ശരി പെണ്ണായാലും ശരി, അവർ അതിശക്തിശാലികളാണെന്നും അവരെ അടക്കി ഭരിക്കാൻ ആരുമില്ലെന്നും കരുതി. ദൈവം വളരെയധികം വേദനിച്ചു. ഇങ്ങനെയുള്ള സന്തതികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ലോകത്തെ നശിപ്പിക്കാൻ തയ്യാറായി. അതിസന്തോഷത്തോടും ആഗ്രഹത്തോടും കൂടി സൃഷ്ടിച്ച എല്ലാറ്റിനെയും നശിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. താൻ സൃഷ്ടിച്ച മനുഷ്യരാശിയെയും നശിപ്പിക്കണം. അവർക്ക് വെറും ജഡീകതയും ദുഷ്ചിന്തകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ദുരാർത്തിക്കാരായ മനുഷ്യന്മാരെ സൃഷ്ടിച്ചുവല്ലോ എന്ന് ദൈവം അനുതപിച്ചു. ഞാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും അവയെ എല്ലാറ്റിനെയും ഇല്ലാതാക്കും. ഇങ്ങനെ ദുഷ്പ്രവൃത്തിക്കാരും അധർമ്മികളുമായ ജനങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി ഇനി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ക്രിയയെ ഓർത്ത് ഞാനിപ്പോൾ അതിയായി വേദനിക്കുന്നു. നോഹ വൃദ്ധനായിരുന്നു. ആദാമിന്റെ വംശാവലിയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. ഇങ്ങനെയുള്ള അധർമ്മികളുടെ നടുവിൽ നോഹ മാത്രമേ ദൈവത്തോട് അതീവ ഭക്തനായിരുന്നുള്ളൂ. യഥാർത്ഥ ഭക്തിമാൻ. ചെറുപ്പം മുതൽ അദ്ദേഹം ദൈവവിശ്വാസവും സത്യസന്ധതയും മുറുകെ പിടിച്ചിരുന്നു. ദൈവം മനുഷ്യന് നൽകിയ അതിമനോഹരമായ പ്രകൃതിക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വ്യാപ്തിക്കും യോഗ്യനായിരുന്നു അദ്ദേഹം. എപ്പോഴും തന്റെ തലമുറയിലുള്ളവരുടെ ദുഷ്പ്രവർത്തികളെ ഇദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നു. അദ്ദേഹം യഥാർത്ഥ ദൈവവിശ്വാസിയായിരുന്നു. കൂടാതെ എപ്പോഴും ഉള്ളതിൽ സംതൃപ്തനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം